വാർത്ത. ഷഹബാസ് വധക്കേസുമായി ബന്ധപ്പെട്ടാണ് കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ച ദിവസമാണ്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മാതാപിതാക്കൾ സത്യവാങ്മൂലം നൽകണം എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിധിയിൽ കടുത്ത നിരാശയുണ്ടെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പ്രതികരിച്ചു. കഴിഞ്ഞ 3 മാസമായി വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിലാണ് ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾ കഴിയുന്നത്. വിദ്യാർത്ഥികൾ ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്നത് ബാലനീതി നിയമത്തിന് എതിരെന്നാണ് ഹൈക്കോടതി നിരീക്ഷണം. കർശന ഉപാധികളോടെയാണ് കോടതി വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെ ബോണ്ട് നൽകണം, അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണം, ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുമായി സമ്പർക്കമുണ്ടാകരുത്. ഇതൊക്കെയാണ് ഉപാധികൾ. നിരാശയും അമർഷവും സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമാണ് ഷഹബാസിന്റെ കുടുംബം പ്രകടിപ്പിച്ചത്. അങ്ങേയറ്റം വേദനാജനകമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതായത് ഈ വിധി ഒരിക്കലും നമ്മൾക്ക് മനസ്സുള്ളവർക്ക് സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഇവർക്ക് ജാമ്യം അനുവദിച്ചതിൻ്റെ ഇവരെ പിന്നിൽ രാഷ്ട്രീയപരമായിട്ട് ആളുകളുണ്ട് എന്ന് ഉറപ്പായി. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. 6 കുട്ടികൾക്കും തുടർ പഠനത്തിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഇതിൽ 5 പേർ +1 പ്രവേശനം നേടുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 27-നാണ് ഷഹബാസിന് മർദ്ദനമേൽക്കുന്നത്. മാർച്ച് 1 പുലർച്ചെ മരിക്കുകയും ചെയ്തു. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.